ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലിവിങ് റൂമിന് ചെറിയ ലീവ് പ്ലാന്റ്സ്, നമ്മളെ ജീവിക്കുന്ന ചെടികൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഈ ചെടികളൊക്കെ ഞാൻ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മഴ കൊള്ളാൻ വേണ്ടിയിട്ട്. കുറച്ചായിട്ട് പുറത്ത് എടുത്തിട്ടിട്ടുണ്ട്. കാരണം മഴ കൊള്ളുമ്പോൾ പ്രത്യേക ഭംഗി വരില്ല ചെടികൾക്കൊക്കെ. നല്ല പച്ചപ്പ് വരുന്ന സമയമാണല്ലോ നമ്മുടെ ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പുറത്തിട്ടതായിരുന്നു കേട്ടത്. ഇതിനൊക്കെ ഞാൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ ലിവിങ്ങിൽ കയറ്റുകയാണ്. ലിവിങ്ങിൽ കയറ്റിയാൽ പിന്നെ കുട്ടിക്ക് അധികം കിട്ടൂലല്ലോ, കുട്ടി എടുക്കാൻ വരില്ല. അപ്പം നമ്മുടെ ലിവിങ്ങും ഇതൊക്കെ സെപ്പറേറ്റാണ്. പുറത്തുനിന്നുള്ള ഡോറാണ് ലിവിങ്ങിനുള്ളത്. അപ്പം പിന്നെ കുട്ടി എന്തായാലും അവിടെ എത്തിപ്പെടില്ല. അപ്പം എത്ര വേണ്ടെന്ന് വിചാരിച്ചാലും ചെടി എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പം ഈ ചെടികൾക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സമയം മഴക്കാലത്ത് ഇതുപോലെ വേഗം വേര് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴവെള്ളം ഇങ്ങനെ കൊള്ളുമ്പം നടുവെന്നൊക്കെ ഇങ്ങനെ വേര് വരും. നമുക്ക് അധികം വളർത്താൻ നമുക്ക് കഴിയാത്ത ചെടികൾ വരെ ഇതേപോലെ വേര് പൊട്ടി വരും. അങ്ങനെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇത് 2-3 തരം ബാമ്പു ഞാൻ ഒന്നിച്ച് വെച്ചതാണ് കേട്ടോ. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, പനിയായിരുന്നു കുറച്ച് ദിവസമായിട്ട്, 2 ദിവസമായിട്ട്. അപ്പം മീനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. മീനെ ഉൾപ്പെടുത്തുന്ന ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പം ലിവിങ് തുറന്നു. ഇവളെല്ലാം ഇതിന് പണ്ടേ മുതലുള്ള കുറേ ആൾക്കാരുണ്ട്, ഓൾക്കൊക്കെ വരുന്നത് ഇഷ്ടമാണ് പറഞ്ഞിന്. അപ്പം ഓള് സഹായിക്കുകയാണ് ചെടികളെ ഇതൊക്കെ മാറ്റി റീപോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഈ ചെടിയൊക്കെ കാരണം എന്തോ ആയിട്ടുണ്ട്. നല്ല രസമായിരുന്നു ചെടി 2 വർഷം മുന്നേ. അതിന് ശേഷം ഇതിമ്മക്ക് നോക്കിയിട്ടേ ഇല്ല. ഇത് പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്നല്ലാണ്ട് കെയറിങ് കുറവാണ് ചെടിക്ക്. അപ്പോൾ അതിനൊന്ന് മാറ്റി നടൊക്കെ വേണം. അപ്പം ആ തിക്നെസ് പോവുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ലിവിങ്ങിൻ്റെ വിൻഡോ കേട്ടോ. നീളത്തിലുള്ള അഴികളൊന്നും ഇല്ലാത്ത ഗ്ലാസ് മാത്രമായിട്ടുള്ളൊരു വിൻഡോ ആണ്. അപ്പോൾ ഈ ഒരു ചെടി, ഈ 2 ചെടികളായിരുന്നു ലിവിങ് റൂമിൽ എപ്പോഴും ഉണ്ട്. അത് ഞാൻ പുറത്തേട്ട് വെച്ചിട്ടില്ല. അപ്പം അത് ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതിലുള്ള കേടുവന്ന ഇലകളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇതാണ് നമ്മളെ ലിവിങ്ങിൻ്റെ ഒരു വ്യൂ. ഈ ഇവിടെ ഇങ്ങനെ 3 ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഫാബ്രിക്കേഷൻ്റെ വർക്ക് അതിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പം വലിയ ഇതൊക്കെ മക്കളുടെ ട്രോഫീസാണ് കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ലിവിങ് റൂം ഉള്ളത്. അപ്പം എനിക്കിങ്ങനെ തോന്നി, കുളിയൊക്കെ കഴിഞ്ഞാലാണ് ഈ പണിക്ക് നിൽക്കുന്നത് ഞാൻ. അതിന് മുമ്പായാൽ പിന്നെ കുട്ടി കരഞ്ഞാൽ പിന്നെ കുളിക്കാൻ കഴിയില്ലെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ വുഡിൻ്റെ ഒരു പാനലിംഗ് ആണ് നമ്മൾ ഇരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു കുഷ്യനുകളൊക്കെ അവിടെ ഇടാം. നമ്മൾ അതിമൊക്കെ നോക്കിയിട്ടില്ല, ഇനി ഇൻഷാ അല്ലാഹ് ഒക്കെ വാങ്ങിയിട്ടിടണം. അപ്പം ഇതാണ് നമ്മുടെ ഒരു വ്യൂ. എനിക്ക് തോന്നുന്നത് ഈ ഒരു ചെടി നമ്മുടെ അഗ്ലോണിമൻ്റെ ഇതിൽപ്പെട്ടതാണ് തോന്നുന്നത്. എനിക്കിതിൻ്റെ പേര് അറിഞ്ഞൂട കേട്ടോ. അഗ്ലോണിമൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നുണ്ടത്. പിന്നെ ഈ ഒരു മീനാണ് ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുള്ളത്. വലിച്ചു കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ട്, എടുത്തു കൊണ്ടുപോകാൻ നമുക്ക് കഴിയൂല. അപ്പം ഇത് നല്ലൊരു ചെടിയാണ് കേട്ടോ, ഇൻഡോറിൽ വെക്കാൻ പറ്റിയ. കുറേ കാലം ഉള്ളിൽ നിൽക്കും, അധികമൊന്നും ഇല്ലാതെ തന്നെ. അതേപോലെ ഈ ബാമ്പു. പക്ഷേ ഏത് ഇൻഡോർ പ്ലാന്റ് ആയാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇടയ്ക്കൊന്ന് മഴയും വെയിലൊക്കെ കൊള്ളിക്കുന്നത് ചെടീൻ്റെ ഒരു ഇതിന് നല്ലതാണ്. ഒരു നാച്ചുറൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് ഇറക്കണം ഈ ചെടികളൊക്കെ. ഞാനങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കലാണ് ഒരു സീന്, അതാണൊരു പ്രശ്നമുള്ളത്. പിന്നെ ഒരു പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങിയാൽ കുറേ കാലം പുറത്ത് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ മഴ തുടങ്ങിയ കാലം മുതൽ ഇത് പുറത്താണ്. പിന്നെ ഡൈനിങ് ഹാളിലുള്ള ചെടികളൊക്കെ ഞാൻ കുട്ടി കുറച്ചൊന്നായതിന് ശേഷം തന്നെ ഞാൻ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ വല്ല ഇലകളും കാര്യങ്ങളൊക്കെ പിടിച്ച് കടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇതിലൊക്കെ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അതിനൊക്കെ കൊണ്ട് തന്നെ ചില ചെടികൾക്കൊക്കെ വിഷങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. നാക്കാലികൾ മരിച്ചതും കുട്ടികൾ മരിച്ചതൊക്കെ കേൾക്കലുണ്ട്. അപ്പം ഉള്ളത് തന്നെ ആയിരിക്കും, അതുകൊണ്ടല്ല ഇപ്പം ന്യൂസിലൊക്കെ വന്നത്. അപ്പം ഈ ചെടി ഇട്ടാൽ പിന്നെ ഞാൻ പല സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും, അതെൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിലൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഗ്ലാസ് ചായ കുടിക്കാൻ നല്ല രസം ഉണ്ടാവില്ലേ ചെടിയൊക്കെ വെക്കുമ്പം. എല്ലാത്തിനും വേണം നമുക്കൊരു
എന്താ പറയുക ടൈം. അപ്പോൾ ചായ കുടിക്കാൻ അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി, നല്ല രസമാണ് കാണാൻ കേട്ടോ. ഡ്രസ്സീനിയ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് തോന്നുന്നുണ്ട്. എനിക്ക് ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ് തോന്നുന്നുണ്ടത്. പക്ഷെ നല്ല ഭംഗിയാണ് ചട്ടിയിലൊക്കെ വെച്ചാൽ. അപ്പം ഇത് ഞാനിങ്ങനെ പല പല കോലത്തിലാക്കി വെച്ച് നോക്കും. ആദ്യം ഒന്ന് ഇങ്ങനെ വെക്കും, പിന്നെ ഒന്ന് അങ്ങനെ വെക്കും, പല രീതിയിലും വെച്ച് വെക്കും. എന്നിട്ട് ഈ ചെടി പറ്റ പോയിട്ടുണ്ട്. ഇതൊന്ന് പറിച്ച് നടണം ഇനി. അപ്പം ഇതിൻ്റെ കട്ടിങ്സൊക്കെ ആർക്കും വേണ്ടവർക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. നല്ല ചെടി, വലിയ ഇലയായിട്ട് വരും അത്. ഇത് കണ്ടോ, അതേപോലെ ഇത് പിന്നെ റിപ്പോർട്ട് ചെയ്യണില്ല, കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം ജസ്റ്റ് ഒന്ന് ചിലപ്പം കുറച്ച് ഞാൻ ഒന്നുകൂടെ മാറ്റും. എനിക്ക് രസം തോന്നണ വരെ ഞാൻ മാറ്റും. ഇവിടെ ഹാങ് ചെയ്തിടാനും ചുമരുമ്പ വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഹസ്ബൻഡ് സമ്മതിക്കില്ല, അതാണ് പ്രശ്നം. അല്ലാതെ ഞാൻ ചുമരുമ്പലും ഒക്കെ ചെയ്യുമായിരുന്നു, തൂക്കിയൊക്കെ ഇടുകയൊക്കെ ചെയ്യും ഞാൻ. പക്ഷേ വീട് കേടെടുത്തിട്ടുള്ള പരിപാടിക്കൊന്നും ഹസ്ബൻഡ് സമ്മതിക്കില്ല. എനിക്കും അത്ര വലിയ ചുമരൊന്നും പൊളിക്കുന്ന താല്പര്യമില്ല കേട്ടോ, കാരണം വീട് കേടരൂലേ, അതുകൊണ്ട്. അപ്പം അങ്ങനെ ഇതാക്കി പോവാണ്. അപ്പം ഇനി കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് കൂടെ വളർത്തണം. എങ്ങനെ ആയാലും എനിക്ക് ചെടി ഒഴിവാക്കാൻ തോന്നുന്നില്ല. അപ്പം എക്സ്ട്രാ വന്ന ചെടികളൊക്കെ ഞാൻ പലർക്കും കൊടുത്തു, കുറേ ചെടികൾ അയച്ചു കൊടുത്തു. ഇനി ബാക്കിയുള്ള ചെടികൾ ഞാൻ വളർത്തിയെടുത്തിട്ട് വേണ്ടവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ചെടി സെയിൽ ചെയ്തിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അഗ്രോണിമ കൊടുത്തപ്പോൾ ലേശം പൈസ കുറച്ച് പേര് തന്നിട്ടുണ്ട്. അതിന് 12,000 രൂപേൻ്റെ കയ്യിൽ ചെടി വിറ്റത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇനി പോയിട്ട് ലേശം ചട്ടികളും ചെടികളും വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പുറത്ത് ചെറിയൊരു ഗാർഡൻ, അടുക്കളൻ്റെ ഒരു ചെറിയൊരു വരാന്ത ഉണ്ട് അടുക്കളൻ്റെ സൈഡിൽ. അവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ. അപ്പം അങ്ങനെയൊക്കെ പോയി വാങ്ങിക്കണം. അപ്പോൾ ഇതാണ് നല്ല രസമല്ലേ കാണാൻ. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ഭംഗി ഫോട്ടോയിൽ മനസ്സിലാവണില്ല കേട്ടോ, ഇതിനേക്കാൾ ഭംഗിയുണ്ട് നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ. അപ്പം കുറച്ച് ദിവസം ഒരാഴ്ച ഞാൻ അകത്ത് വെച്ചിട്ട് ഈ ഒരു ചെടി ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നെടുത്ത് പുറത്തേക്ക് വെക്കും ഞാൻ. കാരണം മഴ ഒന്ന് കൊള്ളണം, ഇപ്പോഴല്ലേ മഴയുള്ളൂ, മഴക്കാലത്തല്ലേ മഴ കിട്ടുള്ളൂ, അല്ലാത്തപ്പോൾ നമ്മൾ നനക്കുന്ന ഒരു നനവ് മാത്രമല്ല അറ്റിങ്ങൾക്കുള്ളൂ. അപ്പം ഇതിനൊന്നും ഒരു കെയറിങ്ങും വേണ്ട, വളം പോലും ഇട്ട് കൊടുക്കില്ല എന്ന് പറയാം ഞാൻ അച്ഛക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് വെക്കുന്നത്, വളമൊന്നും ഞാനിന് ഇട്ട് കൊടുക്കില്ല, വെറും വെയിലും മഴയും മാത്രമേ ഉള്ളൂ. അതിനൊക്കെ വെള്ളം നനയ്ക്കണം, അതെല്ലാത്തിനും ഏതിനായാലും വേണമല്ലോ, ജീവിക്കാനുള്ള സാധനം നമ്മൾ കൊടുക്കാം. വെള്ളം നനക്കും, ചില സമയത്ത് ഇലകളിൽ നിന്നൊക്കെ ചളിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് പോക്കും, മഴ ഇല്ലാത്ത സമയമാണെങ്കിൽ. അല്ലാത്തപ്പോൾ ഞാനിത് ഒന്നും ചെയ്യില്ല, മഴത്തൊക്കെ ഇറക്കി വെക്കും. മഴക്കാലത്ത് അധികം പുറത്താണ് വെക്കുക. അപ്പോൾ ഞാനതങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതാണ്. പിന്നെ ഡൈനിങ് ഹാളൊന്നും വെക്കാൻ വയ്യല്ലോ, എൻ്റെ മോള് ശരിയാക്കുകയാണ് ചെടിയൊക്കെ. അപ്പോൾ പിന്നെ ഇതാണ് നല്ല അടിപൊളി ചെടിയാണ്. അപ്പം ഈ ഒരു മിൽക്കി ബാമ്പുവിൻ്റെ കുറേ കൊമ്പുകൾ ഞാൻ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം തൈകളായി കഴിഞ്ഞാൽ ഞാനത് കൊടുക്കും, ചെറിയ റേറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ തൈകൾ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഡിയേഴ്സ്. നമുക്കിപ്പം 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, 20 ആയിട്ടുണ്ട്. 1Kയും 20 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഭയങ്കര നന്ദി, താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്താനോ അതൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിലും, ഇതിനേക്കാൾ നല്ല ഐഡിയാസ് വേറെ നമ്മളൊരുപാട് ഗാർഡനർമാരുണ്ടല്ലോ നമ്മളെ ഗ്രൂപ്പിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ വേറെ പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അപ്പം ഇത് ഞാനിങ്ങനെ മാറ്റി കളിച്ചുകൊണ്ടേ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ വെക്കും, പല സ്ഥലത്തിലും പല പൊസിഷനിലും വെച്ച് വെക്കും ഞാൻ, എങ്ങനെയുണ്ട് കാണാൻ രസം. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫുൾ വ്യൂ. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു പുറത്ത് നാണ്ടതിന് ഡോർ നമ്മൾ കൊടുത്തത്. ഉള്ളിൽ ചെറിയൊരു ലിവിങ് നമുക്ക് വേറെ ഉണ്ട്, ഒരു ലേഡീസ് ലിവിങ് പോലെ. ഇതാണ് ഈ ചെടി. ഈ ചട്ടികളുടെ അടിയിലൊക്കെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ ടൈലൊക്കെ നാശാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ. ഇതുപോലൊരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും, അത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ
നമ്മളെ അകത്തൊന്നും ചളിയാവില്ല. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.